ഉമേഷ് കൂടി ദുബായിൽ നിന്ന് ചേരാണ്. ഉമേഷ്. അതെ, ഞാൻ വിളിച്ചത് ഈ നാട്ടിൽ ഭയങ്കര ഈ ഇറാനെതിരെ അമേരിക്ക ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പ്രശ്നം നിങ്ങൾ എന്തിട്ട് പ്രശ്നം ചെയ്യുന്നത്? ഇവിടെ ദുബായിലെ പാവപ്പെട്ട ഒന്നും ചെയ്യാത്ത ആൾക്കാരെ ഇറാൻ അറ്റാക്കുന്നു. അതിനെതിരെ എന്താ ആരും ഒന്നും പറയാത്തത്? ഇവർ ഈ നാട്ടിൽ കിടന്നിട്ട് ഇറാന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം ആൾക്കാർ ഇവിടെ കുറച്ചെങ്കിലും ബുദ്ധി വയ്ക്കും. ഈ ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങളുടെ വീടിന് അടുത്ത് വരെ ഇവിടെ ബോംബ് പൊട്ടുകയാണ്, ഇറാൻ പൊട്ടിക്കുകയാണ്. അതിനെതിരെ പ്രതിഷേധിക്കാതെ കേരളത്തിലുള്ളതിന് അറിഞ്ഞതിന് വളരെ ദുഃഖം തോന്നുന്നു. യുവന്മാർക്കൊക്കെ ആണല്ലോ ഈ നാട്ടിലെ ആൾക്കാർ വോട്ട് ജയിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാത്തത്. അത് ഈ ശ്രീ ഉമേഷിന്റെ അടുത്ത് ആരാണ് കൂടെ ഉള്ളത്? ആരാണ്? എന്റെ വൈഫാണ്. അവർക്ക് കൂടി കൊടുക്കാം, അവർക്ക് പ്രതികരിക്കാൻ. അവർക്ക് കൂടി ഫോൺ കൊടുക്കാം, അവർ പ്രതികരിക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ഒന്നിച്ചാണോ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് പിള്ളേരുണ്ട്. എനിക്ക് അതിശയമാണ് തോന്നുന്നത്, കേരളത്തിൽ ഇത്രയും യോജിപ്പില്ലാത്ത ആൾക്കാർ വേറെ ഒരു നാഷണാലിറ്റിയിലും വേറെ ഒരു രാജ്യത്തും ഞാൻ കണ്ടിട്ടില്ല. അവിടെ എങ്ങനെയാണ് ശ്രീ ഉമേഷ് ഈ സ്ഫോടനം നടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ അന്തരീക്ഷത്തിൽ കാണുമ്പോൾ? എനിക്ക് ഒരേ ഒരു കാര്യം, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് നമ്മുടെ UAE ഗവൺമെന്റ് ലീഡേഴ്സ് ആണ്. ഷെയ്ഖ് മുഹമ്മദ്, ഷെയ്ഖ് ഹംദാൻ, ഷെയ്ഖ് ഫസാദ്. നമുക്ക് ഒന്നിനും ഒരു പേടിയില്ല, നമുക്ക് ഇതുവരെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും സങ്കടം തോന്നുന്നത് കേരളത്തിലുള്ള ആൾക്കാര് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നോണ്ടാണ്. സങ്കടം അതല്ല, നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് വിചാരിച്ചിട്ട് ഇറ്റ്സ് റിയലി ഹാർട്ട് ബ്രേക്കിംഗ് ആൻഡ് ഇറ്റ്സ് വെരി വെരി we really cannot pathetic. People are really uneducated and I'm really surprised that the leaders are uneducated. That means we need to clear them off and the younger generation should come in power. ഇത് ഇവിടെയുള്ള ഒരു ചെറിയ പ്രതിഷേധം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രതിഷേധങ്ങളൊക്കെ ഒരു അമേരിക്കൻ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായി വരികയാണ്. പക്ഷേ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസം ഇറാൻ്റെ ആക്രമണമാണ് അല്ലേ? പക്ഷേ ഇറാൻ അതിനെ ന്യായീകരിക്കുന്നത് അവരുടെ അമേരിക്കൻ എയർബേസുകളെ ആക്രമിക്കുന്നതാണ്. പക്ഷെ ദുബൈയിൽ എന്താണ് അതിന്റെ കാരണം? ഇറാൻ എയർബേസ് ആണെങ്കിൽ ഇവിടെ എത്ര ആൾക്കാർ ജനവാസ കേന്ദ്രത്തിൽ ഇത് വീണിരിക്കുന്നു. അതിനെന്തുകൊണ്ട് ഇവർ ഈ നാട്ടിലുള്ള രീതിയിൽ മനസ്സിലാവുന്നത് എന്ത് വിധേയത്താണ് ഈ ഭയങ്കര അനുകൂല യാത്ര നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് രോഷം കൊണ്ടാണ് ഞാൻ വിളിച്ചത് ആക്ച്വലി. യെസ്, ഓക്കെ. ഏതായാലും താങ്കളുടെ നിലപാട് കൃത്യമായി പറഞ്ഞു. വളരെ നന്ദി അവിടുന്ന് അഭിപ്രായം പങ്കുവച്ചത്. ഇനി എനിക്ക് 2 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഡേവിഡ് വിജയ് പള്ളുരുത്തി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയില്ല. ശ്രീ ഡേവിഡ് വിജയ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. നേരത്തെ സഹോദരനും പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത്. സൗദി അറേബ്യക്ക് ശല്യം ചെയ്യുന്ന ഹൂതികളെ വരെ ഊട്ടി വളർത്തിയവനാണ് ഈ ഖൊമൈനി. ഞാൻ അവന്റെ കൊള്ളരുതായ്മ ഈ 2 മിനിറ്റിൽ പറയാൻ പറ്റില്ല. എന്നിട്ട് കേരളത്തിൽ ആ സഹോദരന്റെ അടുത്തും സഹോദരിയുടെ അടുത്തും പറയണത് ഞങ്ങൾ നല്ല വിവരമുള്ളവർ ഇവിടെ കുറെ പേരുണ്ട്. ഏതാനും കുറച്ച് കൃമി കീടങ്ങൾ മാത്രമാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്. അവിടെ എന്നായാലും ഒരു ദിവസം ഒതുക്കാതെ രക്ഷയില്ല. കാരണം അങ്ങനത്തെ നിലയിലേക്കാണ് അതിന്റെ പോക്ക്. അണ്വായുധങ്ങൾ എന്തെങ്കിലും വല്ല ന്യൂക്ലിയർ എന്നൊക്കെ സമ്മതിക്കുന്നു. ഒരു വിവരമില്ലാത്തവന്റെ അടുത്ത് ഇത്രയും ആയുധം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അറിഞ്ഞുകൂടാ. അവരാ ദുബായിലുള്ളവരുടെ പ്രതിഷേധം കണ്ടോ? കേരളത്തിലും കുറെ വിവരങ്ങൾ ഈവൻ കാശ്മീരിൽ കണ്ടില്ലേ? ഇതൊക്കെ സൂക്ഷിക്കേണ്ട. എന്നിട്ടാണ് അവിടെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇന്ന് ഖൊമൈനിയുടെ പടവും പറ്റുന്നുണ്ട്. ശരി, വ്യക്തമാണ്. അപ്പം നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഈ യുദ്ധത്തിൻ്റെ ഈ ആക്രമണത്തിൻ്റെ സമാധാന ശ്രമങ്ങളുടെ ഒക്കെ തുടർ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേ ഇരിക്കും. ഇറാൻ യുദ്ധം ഇങ്ങനെ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ പലയിടത്ത് വ്യാപിക്കുകയാണ്. അതാണ് പല പ്രേക്ഷകരും എന്നെ വിളിച്ച് പറയുന്നത്. മധ്യപൂർവേഷ്യയിൽ മാത്രമല്ല, അത് ആഗോള തലത്തിൽ തന്നെ സമാധാനത്തെ വെല്ലുവിളിക്കുന്നു, അതുപോലെ സാമ്പത്തിക സ്ഥിരതയെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ പല തലത്തിൽ ജനജീവിതത്തെ, മനുഷ്യജീവിതത്തെ ഒക്കെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സമാധാനത്തിന് വേണ്ടിയുള്ള യോജിച്ച ഒരു നീക്കമുണ്ടാകട്ടെ. ഐക്യരാഷ്ട്രസഭ മുന്നിട്ടിറങ്ങി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന വലിയ പ്രതീക്ഷ ആളുകൾക്കുണ്ട്. അതിനേക്കുള്ള സമാധാനത്തിലേക്കുള്ള പാതകളാകട്ടെ തിരഞ്ഞെടുക്കാൻ എല്ലാവരും തയ്യാറാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.